കോഴിക്കോട് മേപ്പയൂരിൽ ഗതാഗത തടസ്സമുണ്ടാക്കി വിവാഹ സംഘത്തിന്റെ ആഘോഷം. കാറിന് മുകളിൽ കയറിയും ഡോർ തുറന്നു പിടിച്ചും അപകടകരമായ രീതിയിലായിരുന്നു യാത്ര. വാഹനങ്ങൾ റോഡിലിട്ട് മറ്റുള്ള യാത്രികർക്കും തടസ്സമുണ്ടാക്കി ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന്. അജി, വെരി ഗുഡ് മോർണിംഗ്. ഈ റൈറ്റ് ടു ഫ്രീഡം ഭരണഘടന നൽകുന്നുണ്ട്. അത് പക്ഷേ മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈ ആഘോഷം അത് അതിര് കടന്നപ്പോൾ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് വഴിയിൽ കൂടി പോകാൻ ആകാത്ത സ്ഥിതി ഉണ്ടായോ? ക്രിസ്ത്യൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് റൈറ്റ് ടു ഫ്രീഡം എല്ലാവർക്കും ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർക്കും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്മേൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. പക്ഷേ ചില ആളുകൾ അതിൻ്റെ പേരിൽ വലിയ തലത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടുന്നതാണ് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. മേപ്പയ്യൂർ മഞ്ഞക്കുളത്ത്, കോഴിക്കോട് മേപ്പയ്യൂർ മഞ്ഞക്കുളത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ വിവാഹ ആഘോഷത്തിൻ്റെ പേരിൽ നിരവധി വാഹനങ്ങളിലായി അമിതമായി ഹോണടിച്ച് വലിയ തരത്തിലുള്ള ശബ്ദ മലിനീകരണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വിവാഹ സംഘത്തിൻ്റെ യാത്ര എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഈ വാഹനങ്ങളുടെ നമ്പർ സഹിതമാണ് ഇപ്പോൾ ആ നാട്ടിലെ ഈ മേപ്പയൂരിലെ ഈ സംഭവം നടന്ന മഞ്ഞക്കുളത്തെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശവാസികൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഈ മേപ്പയൂർ മഞ്ഞക്കുളത്ത് നടക്കുന്നത്. അതായത് ഈ വരൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വരൻ്റെ സംഘമാണ് ഇത്തരത്തിൽ അമിതമായി വാഹനങ്ങൾ റോഡിൽ അലക്ഷ്യമായി ഓടിച്ചുകൊണ്ട് വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് വരുത്തിയത്. അത് മാത്രമല്ല, ഇവർ വാഹനങ്ങൾക്ക് മുകളിൽ കയറിയിരുന്നും ഒപ്പം തന്നെ ഡോറ് തുറന്നു പിടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് യാത്ര ചെയ്തതും. അതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്ക് ഈ ഒരു ആഘോഷത്തിൻ്റെ പേരിൽ അവിടെ കുറച്ചു നേരം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. പ്രത്യേകിച്ച് പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയും എടുക്കുന്നുണ്ട്. കാരണം ഗതാഗതം നമുക്ക് ആ വാഹനങ്ങളുടെ ഇത് രൂപങ്ങളിലടക്കം വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നിയമലംഘനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ എന്തായാലും ഈ വാഹനങ്ങളുടെ നമ്പർ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും നടപടിയെടുത്തില്ല. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ നടപടിയെടുക്കാനാണ് സാധ്യത. ക്രിസ്റ്റീന, അമൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.